ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ എറണാകുളത്ത് പാലാരിവട്ട സ്റ്റേഷനിലുണ്ട് ഞാന്. എന്താ പറ്റി? എന്ത് വിഷയം? വലിയ വണ്ടിയിലും തട്ടിയാണ്? എന്തോ വണ്ടി തട്ടി മസാജിങ് സെന്ററിൽ ചെന്നൊന്ന് കേറി കൊടുത്തതാ എറണാകുളത്ത്. തിരിച്ചതിന്റെ എവിടാ? എടാ മസാജിങ് സെന്ററിൽ ചെന്ന് കേറി കൊടുത്തു. നാശം പിടിക്കാനെ കൊണ്ട് ഞാൻ വല്ല വണ്ടിയും തട്ടി വേറെ മസാജ് സെന്ററിൽ എന്താ പരിപാടി? എടാ ഡെന്നിഫർ എന്ന് പറഞ്ഞിട്ട് പ്ലീസ് കോൾ മീ മസാജിങ് 3000 രൂപയുള്ളൂ, നിങ്ങൾ സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന അവിടെ ഒരു പോസ്റ്റർ. അത് ഞാൻ കണ്ടോട്ടൊന്ന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കേറി ഇനി വരാനും നാണക്കേടെന്ന് പറഞ്ഞാല് എടാ ഞാൻ ചെന്നു. ഞാനൊരു പായൊക്കെ ആയിട്ട് അവിടെ ചെന്നു. പായൊക്കെയാണ് അങ്ങോട്ട് കയറി. നിന്നെ വിളിച്ചിട്ട് അത് അറിഞ്ഞില്ല. പായടെ ഇവര് സ്പാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പാക എന്റെ പറ്റിയത് ഇവിടെ. വന്നാട്ടെ നിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വന്നാട്ടെ. എടാ എത്ര ദിവസം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുക? എത്ര ദിവസം കൊണ്ട് ഈ മിറ്റമൊക്കെ കിടക്കുന്ന കണ്ടോ? ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണ്ടായോടാ ഇതൊക്കെ. ഞാനിങ്ങ് വന്നില്ല ഇങ്ങോട്ട്. കൈ കൊറിയാനാ പറഞ്ഞേ? നീ എന്നെ പറയാതെ ഈ മിറ്റം കിടക്കുന്ന കണ്ടോ? കല്യാണത്തിന് തികച്ചിനി ഒരാഴ്ചയുള്ളൂ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. മിറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യ. വൃത്തികേട് വൃത്തികേട്. കമ്മ്യൂണിസ്റ്റ് വച്ച വരച്ച് തോരം വെച്ച് തിന്നോണ്ടിരുന്നാളാ. എന്തുവാ? അല്ല ചൊറുതനൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ചൊറിയുമെന്ന് പറഞ്ഞതാ. അതാണ് എല്ലാം വൃത്തിയാക്കണം. കല്യാണത്തിന് ആൾക്കാർ വരുമ്പോ ഇവിടെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഒരു കാര്യം നീയേ പുറകെ അങ്ങ് ചെത്തിക്കോ. പുറകീന്ന് ചെത്തിയാ ഭിത്തിയെ തറച്ചു വെച്ചേക്കുന്നത് ദാരിശില്പം പോലെ പരന്നിരിക്കും ചേച്ചി. എന്റെ പുറകെന്ന് ചെത്താനാന്നാ പറഞ്ഞത്? എടാ വീടിന്റെ പുറകേന്നേ അങ്ങ് ചെത്തണം. ഒന്നും പേടിക്കണ്ട, എല്ലാം ഒറ്റ മണിക്കൂർ കൊണ്ട് റെഡിയാക്കാം.